വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങനെ ഒരു തംബ്നെയിൽ ഇട്ടതിന് വെരി സോറി. പക്ഷേ ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങളിലേക്ക് എല്ലാവരിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു തംബ്നെയിൽ ചെയ്തിരിക്കുന്നത് കേട്ടോ. കാരണം നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കണ്ടു ഒരിക്കലും നിങ്ങളുടെ ആ ഒരു സമയം നഷ്ടപ്പെട്ടതായിട്ട് നിങ്ങൾക്ക് തോന്നില്ല. കാരണം ഇത് മിക്ക കുട്ടികൾക്കും അറിയില്ല, ഇതുവരെ അക്കൗണ്ടൻസി പഠിച്ചിട്ടില്ല, എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് അക്കൗണ്ടൻസിക്ക് തട്ടിമുട്ടി ഒന്ന് പാസ്സാകണം എന്നുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഇത് എസ്പെഷ്യലി അക്കൗണ്ടൻസി വിത്ത് CA കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. അക്കൗണ്ടൻസി വിത്ത് AFSകാർക്ക് വേണ്ടിയിട്ട് ഇതിന് പുറകെ തന്നെ അടുത്ത വീഡിയോ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഫോളോ ചെയ്യാം. അപ്പോൾ നമ്മുടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിനും ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ നോക്കി നമ്മൾ സ്ട്രാറ്റജി ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. എപ്പോഴും നമ്മൾ അങ്ങനെയാണ് പഠിക്കേണ്ടത്. അപ്പോൾ എങ്ങനെ വലിയ എഫേർട്ട് ഇല്ലാതെ എങ്ങനെ നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് ഒരു സ്ട്രാറ്റജി ഫോം ചെയ്ത് നമുക്ക് പഠിക്കാമെന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് നമുക്ക് 1 മാർക്കിന്റെ 6 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. അതിൽ 5 എഴുതാനാണ്. അത് ഇറ്റ്സ് ഓൾ അപ് ടു യു ആണ്. നിങ്ങൾ പഠിച്ചിട്ടുള്ളതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുള്ളൂ. എന്നാലും 5 മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ ഒരു 2 ശരിയാക്കാൻ പറ്റുമല്ലോ, എന്തായാലും പറ്റും. അപ്പം നമ്മളിവിടെ 2 മാർക്ക് കിട്ടിയതായിട്ട് കണക്കാക്കാണ്. കാരണം ബാക്കി ടോപ്പിക്കൊക്കെ പഠിക്കുമ്പോൾ 2 മാർക്ക് എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ വരുന്ന സെക്ഷനാണ് 2 മാർക്കിന്റെ സെക്ഷൻ. 2 മാർക്കിന്റെ 4 ചോദ്യങ്ങൾ നമുക്ക് എഴുതാനുണ്ട്. അപ്പൊ 4 ചോദ്യത്തിൽ സ്ഥിരമായിട്ട് വരുന്ന സംഭവങ്ങൾ തന്നെ ആ ഭാഗത്ത് വരുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്ന് നമ്മള് നല്ലൊരു സ്ട്രാറ്റജി ഫോം ചെയ്താൽ, നിങ്ങൾ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കണ്ടാൽ ഈ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് നാളത്തെ ഇനി വരുന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാകാം. നിങ്ങൾക്ക് ഈസി ആയിട്ട് പാസ്സാകാൻ പറ്റും മക്കളെ. എന്തായാലും ന്യൂ റേഷ്യോ, സാക്രിഫൈസിങ് റേഷ്യോ, ഗെയിനിങ് റേഷ്യോ, റേഷ്യോയുടെ ഒരു കാൽക്കുലേഷൻ 2 മാർക്കിന്റെ സെക്ഷനിൽ ഉണ്ടാവും. കാരണം കുഞ്ഞു ചോദ്യമായിട്ട് ചോദിക്കാൻ പറ്റിയ ഒരെണ്ണാണോ അത്. അതിന്റെ വീഡിയോ നമ്മൾ ഒരുപാട് വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ ചെയ്തിരുന്നു. പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് 2 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും അവിടെ നിന്ന്. പിന്നെ വരുന്ന സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് 2 പാർട്ട്ണർ. അതിൽ ഒരാൾ റിട്ടയർഡ് ആകുന്നു, അവരുടെ റേഷ്യോ എത്രയാണ്, ഇത്ര ഗുഡ് വിൽ ഉണ്ട്, അതിന്റെ എൻട്രി സിമ്പിൾ ആണ്. നിങ്ങൾ എടുത്തു നോക്കൂ, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തോ, ഇങ്ങനെ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, പേരും നമ്പർ മാത്രമേ മാറുന്നുള്ളൂ. അപ്പൊ ഇതിന്റെ ആൻസർ പഠിച്ചു വെക്കേ. എന്നിട്ട് ഇതേപോലെ തന്നെ വേറെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പൊ ഇവിടെ നമുക്ക് ആ 2 മാർക്ക് ഒരു എഫേർട്ടും ഇല്ലാതെ ആ 2 മാർക്ക് നമുക്ക് അവിടെ സ്കോർ ചെയ്യാം. പിന്നെ 2 മാർക്കിനെ ചോദിക്കുന്നതാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിന്റെ കാൽക്കുലേഷനും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന്റെ കാൽക്കുലേഷനും. സിമ്പിൾ ആണ്, ജസ്റ്റ് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യന്റെ ആൻസറും പഠിച്ചു വെക്കുക. അപ്പൊ 2 മാർക്ക് നിങ്ങൾക്ക് അവിടെ കിട്ടും. പിന്നെ പാർട്ട്ണർഷിപ്പ് ഡീഡിന്റെ ആബ്സെൻസിൽ നമ്മൾ എന്തൊക്കെ ചെയ്യും? പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ് ഈക്വൽ ആയിട്ട് കൊടുക്കും. ബാക്കി സാലറി, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഒന്നും നോ കൊടുക്കില്ല. ദെൻ അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ലോൺ ആണെങ്കിൽ കൊടുക്കും എന്ന് പറഞ്ഞ ആ ഒരു 4 കാര്യം 4 മാർക്കിനോ 2 മാർക്കിനോ ചോദിക്കും. ഇവിടെ 2 മാർക്കിന് ചോദിച്ചുകൊണ്ട് അതും നമ്മൾ എഴുതി. പിന്നെ ഡിസൊല്യൂഷന്റെ ജേർണൽ എൻട്രി പഠിക്കണം. അത് ഞാൻ ഡിസൊല്യൂഷന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഇതൊക്കെ എഴുതാൻ പറ്റും. എന്നാൽ ഈ 2 മാർക്ക് കിട്ടിയതായിട്ട് ഞാൻ ഇവിടെ കണക്കാക്കുന്നില്ല. പക്ഷെ 2 മാർക്കിന്റെ സെക്ഷനിൽ 2, 4, 4 ക്വസ്റ്റ്യൻ എഴുതാലോ. 6 മാർക്ക് നമുക്ക് എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റും. ഈ ടോപ്പിക്ക് പഠിക്കണം. ഈ ടോപ്പിക്ക് കൂടാതെ നിങ്ങൾ പഠിക്കേണ്ടത് പാർട്ട്ണർഷിപ്പ് ഡീഡിന്റെ കണ്ടൻസ്. ഓക്കെ, പാർട്ട്ണർഷിപ്പ് ഡീഡിന്റെ കണ്ടൻസ് പഠിക്കണം. ഇത് ഗുഡ് വില്ലിന്റെ തന്നെ അഡ്മിഷന്റെ ക്വസ്റ്റ്യനും വരാറുണ്ട്. അഡ്മിഷന്റെ ക്വസ്റ്റ്യനും പഠിക്കണം. ഓക്കെ, ഇത്രയും പഠിച്ചു വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? 4 × 2 8 മാർക്ക് നിങ്ങൾക്ക് എന്തായാലും സ്കോർ ചെയ്യാം. അപ്പൊ 8, 8, 2, 10 മാർക്ക് നമ്മൾ സ്കോർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഒരെണ്ണം നമുക്ക് സ്കിപ്പ് ചെയ്യാലോ. പിന്നെ ഇനി വരുന്നത് any 5 question from 12 to 17, 12, 13, 14, 15, 16, 17 എന്ന് പറഞ്ഞിട്ട് നമുക്ക് 6 ക്വസ്റ്റ്യൻ വരും. ഒരെണ്ണം സ്കിപ്പ് ചെയ്യാം. അതിൽ 5 ക്വസ്റ്റ്യൻ ആണ് എഴുതേണ്ടത്. 5 ക്വസ്റ്റ്യനിൽ ഒരു ക്വസ്റ്റ്യൻ വരാൻ ഡിഫറൻസ് ആയിരിക്കും. ഡിഫറൻസ് ബിറ്റ്വീൻ നമ്മുടെ ഡിസൊല്യൂഷൻ ഓഫ് ഫേമും ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പും തമ്മിലുള്ള ഡിഫറൻസ് ഒരെണ്ണം വരും. ഓക്കെ, അപ്പൊ അതെന്തായാലും ആ ഒരു ഡിഫറൻസ് വരും. നിങ്ങൾക്ക് അവിടെ 3 മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നിങ്ങൾക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷന്റെ ഈസി ക്വസ്റ്റ്യൻ വരും. 3 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമല്ലോ, 3 മാർക്ക് സ്കോർ ചെയ്യാം. പിന്നെ നമുക്ക് വരുന്നത് ന്യൂ റേഷ്യോയും സാക്രിഫൈസിങ് റേഷ്യോയുടെ പല ടൈപ്പ് ഉണ്ടല്ലോ. ഒരു 4 ടൈപ്പ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ 4 ടൈപ്പിൽ ആ 4ാമത്തെ 3ാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ കയറി വരാം. അതാണ് ഇവിടെ ചോദിച്ചത്. ആ 3 മാർക്കും നിങ്ങൾക്ക് കിട്ടും. കാരണം ഇപ്പൊ ഇരുന്ന് പഠിച്ചാൽ മതി. പിന്നെ ഗുഡ് വില്ലിന്റെ മെത്തേഡ്സ് പല മെത്തേഡ് ഉണ്ട്. 5 മെത്തേഡ് ആണുള്ളത്. സിമ്പിൾ ആണ്, അതും പഠിച്ചു വെക്കുക. അതൊക്കെ 3 മാർക്കിന്റെ സെക്ഷനിൽ വരുന്നതാണ്. പിന്നെ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ജേർണൽ എൻട്രീസ് ആണ്.
ഓക്കെ, ഇത് നമ്മൾ പറഞ്ഞു ജേർണൽ എൻട്രി. ജേർണൽ എൻട്രി എന്തായാലും പഠിക്കണം. റിവാലുവേഷന്റെ ജേർണൽ എൻട്രി ഏറ്റവും എളുപ്പത്തിൽ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പൊ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 3 മാർക്കിന്റെ സെക്ഷനിൽ വരുന്ന 5 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. 15 മാർക്കും സ്കോർ ചെയ്യാം. എന്നിരുന്നാലും അവസാനം കുറച്ച് ക്ലറിക്കൽ മിസ്റ്റേക്കുകൾ കാര്യങ്ങളൊക്കെ വന്നാൽ നമുക്ക് 10 മാർക്ക് ഇവിടെ എന്തായാലും സ്കോർ ചെയ്യാലോ. ഓക്കെ, ഞാൻ മുഴുവൻ മാർക്കും എടുക്കുന്നില്ല. അപ്പൊ ഈ സെക്ഷനിൽ നമുക്ക് 10 മാർക്ക് സ്കോർ ചെയ്യാം. മുകളിലത്തെ സെക്ഷനിൽ എന്തായാലും 8 മാർക്ക് നമുക്ക് ഉറപ്പാണ്. ഓക്കെ, അതിലൊരു മാറ്റമൊന്നുമില്ല. അതിൽ 8 മാർക്ക് ഉറപ്പാണ്. അപ്പൊ നമ്മൾ അവിടെ 8 നമ്മൾ എടുത്തു, അതിന് മുകളിൽ 2 എടുത്തു, 10 മാർക്ക് അവിടെ കിട്ടി. ഇവിടെ നമുക്ക് 10 മാർക്ക് കിട്ടി. ഇപ്പൊ തന്നെ നമ്മുടെ കയ്യിൽ 20 മാർക്ക് സേഫ് ആയിട്ടുണ്ട്. ഇനി 6 മാർക്കിന് 2 ചോദ്യം ചോദിക്കും. 6 മാർക്കിന് 2 ചോദ്യത്തില് ഇത് ഫുൾ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും റീവാലുവേഷൻ അക്കൗണ്ട് നിങ്ങൾക്ക് ശരിയാക്കാൻ പറ്റും. ഉറപ്പായിട്ട് ശരിയാക്കാൻ പറ്റും. സിമ്പിൾ സാധനങ്ങൾ ചോദിക്കുള്ളൂ. അപ്പൊ 6 മാർക്കിൽ 3 മാർക്ക് നിങ്ങൾക്ക് അവിടെ മേടിക്കാം. ക്യാപിറ്റൽ അക്കൗണ്ടും അറ്റംപ്റ്റ് ചെയ്യാം. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിലൊക്കെ പഠിക്കുന്നതല്ലേ. അപ്പൊ 6 മാർക്കിൽ 3+1 4 മാർക്ക് നിങ്ങൾക്ക് ഇവിടെ സ്കോർ ചെയ്യാൻ പറ്റണം. അപ്പൊ ഞാൻ എന്തായാലും 4 എടുക്കുന്നില്ല, 3 സ്കോർ ചെയ്തു എന്ന് വിചാരിക്കാം. പിന്നെ റിട്ടയർമെന്റിന് ഒരു ക്വസ്റ്റ്യൻ വന്നത്, ലോൺ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ക്വസ്റ്റ്യൻ വന്നത്. അത് 6 മാർക്കിൽ നിങ്ങൾ 3 മാർക്ക് സ്കോർ ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, സ്കോർ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റും കേട്ടോ. അത് ഇത് കഴിഞ്ഞ വന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2 രീതിക്കാണ് വന്നത്. 6 മാർക്കിന്റെ 2 സെക്ഷൻ ഇവിടെ, 6 മാർക്കിന്റെ 2 സെക്ഷൻ അവിടെ ആയിട്ട്. അല്ല, ഇത് സെയിം തന്നെ റിപ്പീറ്റ് ആയിരിക്കുന്നു, സോറി. 6 മാർക്കിന്റെ 2 ക്വസ്റ്റ്യനിൽ 3 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. അപ്പൊ അവിടെ 6 മാർക്ക് 26 മാർക്ക്. ഓക്കെ, 26 മാർക്ക് സി എക്കാർക്കും AFSകാർക്കും ഈ പാർട്ട് എ സെക്ഷനിൽ നിന്ന് 26 മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, 26 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. ദെൻ പിന്നെ നിങ്ങൾക്ക് വരുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിനാണെങ്കിൽ സോറി സി എക്കാർക്കാണെങ്കിൽ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് വരും. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും? 20 മാർക്കിൽ 16 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. 16 മാർക്ക്. കാരണം എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന സംഭവം തന്നെ ചോദിക്കുന്നത്. അപ്പോൾ 16 മാർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ സെക്ഷനിൽ നിന്ന് സ്കോർ ചെയ്താൽ 16, ഇനിയിപ്പോൾ 16 നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാനൊരു 13 എടുക്കാം. 20 മാർക്കിൽ 13 നിങ്ങൾക്ക് എന്തായാലും പറ്റും. കാരണം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് നോക്കി ഇത് തന്നെ പഠിച്ചിട്ട് പോയാൽ മതി. 13 നിങ്ങളെ കൊണ്ട് എന്തായാലും പറ്റുന്ന സാധനം. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോഡിങ്, പല രീതിയിൽ നമ്മൾ കോഡ് കൊടുക്കുന്നത്, ലിബ്രെ ഓഫീസ് കാൽക്കിന്റെ ഫീച്ചേഴ്സ്, പേറോളിന്റെ കമ്പോണൻസ്, ഗ്രാഫ്സ് ആൻഡ് ചാർട്ട്സിന്റെ അഡ്വാൻറ്റേജ്, ചാർട്ടിന്റെ സ്റ്റെപ്പ്, ലെഡ്ജർ അക്കൗണ്ട് ഉണ്ടാക്കുന്നതിന്റെ സ്റ്റെപ്പ്, ദെൻ ഇതിനെ പറ്റിയുള്ള ഷോർട്ട് നോട്ട്സ്, CISL സെക്യൂരിറ്റി ഫീച്ചേഴ്സ്, GNU ഖാത്തയുടെ ഫീച്ചേഴ്സ്. ഇതിൽ ഭയങ്കര സിമ്പിൾ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞ എക്സാമിന്. പക്ഷെ ഇതല്ലാണ്ട് ഇതിലേക്ക് പിന്നെ ചോദിക്കാവുന്നത് പല ടൈപ്പ് ഓഫ് റെഫറൻസിങ്, സെൽ റെഫറൻസിങ് ചോദിക്കാം. പിന്നെ അതുപോലെ തന്നെ പിന്നെ നമുക്ക് ഇതിൽ ചോദിക്കാവുന്നത് ഗ്രാഫ്സ് ആൻഡ് ചാർട്ട്സ് നമ്മൾ പറഞ്ഞു. പിന്നെ 1-2 ബേസിക് പേ, ഗ്രോസ് പേയുടെ ഒക്കെ ഇക്വേഷൻ. നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന്റെ ഒരു ഷോർട്ട് നോട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എടുക്കുക, ആ ഷോർട്ട് നോട്ട് പഠിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റിലുള്ള കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന്റെ ആ ഭാഗത്ത് പഠിച്ചാലും മതി. അതിലെ ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ മക്കളെ നിങ്ങൾ എന്തായാലും പാസ്സാവും. ഓക്കെ, എന്തായാലും നിങ്ങൾ പാസ്സാവും. നിങ്ങൾക്ക് ഇവിടെ എത്രയായിരുന്നു 20 മാർക്കിൽ 13 മാർക്ക് സ്കോർ ചെയ്യാം. ഇപ്പൊ 26 മാർക്ക് പാർട്ട് എയിൽ നിന്നും 13 മാർക്ക് പാർട്ട് ബിയിൽ നിന്നും സ്കോർ ചെയ്താൽ 39 മാർക്കാണ് നമ്മൾ പാസ്സാവും. ഓക്കെ, CA പാസ്സാവും. ഇനി AFSകാർക്കുള്ളത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം. AFSR പാസ്സാവാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം 26 മാർക്ക് ഇങ്ങനെ തന്നെ, ബാക്കി മാർക്ക് നമുക്ക് 48ലേക്ക് എത്തണമല്ലോ AFSകാർക്കാണെങ്കിൽ. അപ്പൊ ബാക്കി 48ൽ നിന്ന് 26 കുറച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി 22 മാർക്ക് എങ്ങനെ സ്കോർ ചെയ്യാന്നുള്ളത് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് എക്സ്ക്ലൂസീവ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതനുസരിച്ച് പ്ലാൻ ചെയ്ത് പഠിക്കാം. കമ്പ്യൂട്ടറിസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ നോട്ട് നിങ്ങളുടെ കയ്യിൽ ഒരെണ്ണം എന്തായാലും വേണം. ആ നോട്ട് മാത്രം പഠിച്ചാൽ മതി. നിങ്ങൾക്ക് 20 മാർക്ക് അല്ലെങ്കിൽ 20 മാർക്കിൽ 13 മാർക്ക് സ്കോർ ചെയ്യാം. അതും അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്തിട്ട് അതിലെ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചാലും മതി കേട്ടോ. ഓക്കെ, താങ്ക് യു.